അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം പഠിച്ചു വരുന്നത് ഖുർആനിലെ 104-ാമത്തെ സൂറത്തായ സൂറത്തുൽ ഹുമസയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഹുമസയുടെ പാരായണവും ആമുഖവും അതേപോലെ 2 ആയത്തുകളുടെ ആശയവും നാം മനസ്സിലാക്കി. അതിൽ 2-ാമത്തെ ആയത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ക്ലാസ് അവസാനിച്ചത്. എന്തായിരുന്നു? എല്ലാ പരിഹാസകർക്കും പരദൂഷകർക്കും നാശം എന്ന് ആദ്യ ആയത്തിൽ പറഞ്ഞു. 2-ാമത് പറയാണ്, ആരാണവർ? അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ട് അത് എണ്ണിക്കണക്കാക്കുകയും ചെയ്യുന്നവരാണ് പരിഹാസകരും പരദൂഷകരും. ഇത് എങ്ങനെ കണക്റ്റ് ചെയ്യും എന്നാണ് ചോദിച്ചിരുന്നത്. ഉത്തരം നിങ്ങൾ കണ്ടെത്തിയിരിക്കും എന്ന് കരുതുന്നു. ക്യാഷ് നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടാറുണ്ട്, എണ്ണി കണക്കാക്കാറുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും പരിഹസിക്കപ്പെടുമോ? ഇല്ലല്ലോ. പിന്നെ എന്താ ഉദ്ദേശം? ഇവിടെയാണ് മുതലാളിത്തം എന്ന ആശയത്തെ അള്ളാഹു ചുരുങ്ങിയ വാക്കുകളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സമ്പത്ത് ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയും വെട്ടിപ്പിടിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശം. ഹലാൽ ഹറാം എന്ന് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നില്ലേ? അള്ളാഹു അനുവദിച്ച വഴിയാണ് ഹലാൽ, അനുവദിക്കാത്ത നിഷിദ്ധമായ വഴിയാണ് ഹറാം. ഇതൊന്നും പരിഗണിക്കാതെ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുക, അതാണ് മുതലാളിത്തത്തിൻ്റെ മനസ്സ്, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ആളുകളെ പറ്റിച്ച്, അതുപോലെ വെട്ടിപ്പ് നടത്തി, കൊള്ള നടത്തി, അതല്ലെങ്കിൽ വാക്ക് പാലിക്കാതിരുന്ന്, അതല്ലെങ്കിൽ ആളുകൾക്ക് ദോഷമുണ്ടാക്കുന്ന തരത്തിൽ ചൂഷണം ചെയ്യുന്ന രൂപത്തിൽ സമ്പാദിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് പലിശക്ക് കടം കൊടുക്കുക, എന്നിട്ട് അവരോട് 10%, 15% ഒക്കെ പലിശയായിട്ട് വാങ്ങിക്കുക, അല്ലേ? അതൊരു ചൂഷണമല്ലേ? അതേപോലെ നിഷിദ്ധമായ സാധനങ്ങൾ വിൽക്കുക, മദ്യവിൽപ്പന നടത്തുക, അത് മുഖേന പണമുണ്ടാക്കുക. ഇങ്ങനെയൊക്കെയുള്ള പലതരം കൃത്രിമങ്ങൾ സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, അല്ലേ? ഇതാണ് അല്ലദീ ജമഅ മാലൻ. എങ്ങനെയും ആരെ പറ്റിച്ചാണെങ്കിലും പണമുണ്ടാക്കുക എന്നുള്ളതാണ്. വഅദ്ദദഹു, എണ്ണിക്കണക്കാക്കുക എന്ന് പറഞ്ഞാലോ, അതിങ്ങനെ വെറുതെ എണ്ണിക്കണക്കാക്കലല്ല ഉദ്ദേശം. ഇടയ്ക്കിടയ്ക്ക് എണ്ണി നോക്കുക, പിന്നെയും പെട്ടിയിൽ വെക്കുക, കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ എടുത്ത് എണ്ണി നോക്കുക, പിന്നെയും വെക്കുക എന്ന് പറഞ്ഞാൽ അയാൾ പിശുക്കനാണ്. സ്വന്തത്തിന് വേണ്ടി പോലും ഉപയോഗിക്കാത്ത വിധത്തിൽ കാശിങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടല്ലോ, മൊത്തം സമ്പത്തിൻ്റെ 80% 20% വരുന്ന സമ്പന്നരുടെ കയ്യിലാണെന്ന് പറയുന്നു. മൊത്തം സമ്പത്തിൻ്റെ 80% ഈ രാജ്യത്തെ 20% വരുന്ന സമ്പന്നരുടെ കയ്യിലാണ്. ഇപ്പോൾ ബാക്കി 80% ആളുകൾക്ക് എന്താ ഉള്ളത്? 20% സമ്പത്ത് മാത്രം. ഇങ്ങനെ വലിയ വലിയ കോർപ്പറേറ്റ് മുതലാളിമാരിങ്ങനെ തടിച്ച് കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തും, അല്ലേ? എന്നിട്ടോ പട്ടിണി, മരണം സംഭവിക്കുന്നു, പട്ടിണി തുടരുന്നു, ദാരിദ്ര്യം തുടച്ചു നീക്കാൻ കഴിയാതെ വരുന്നു, ഉള്ളവനായിട്ട് വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്നു, ഇല്ലാത്തവൻ ഞെങ്ങി ഞെരുങ്ങി പ്രയാസപ്പെട്ട് ജീവിക്കുന്നു, അല്ലേ? എന്തുകൊണ്ടാണ്? അള്ളാഹു നൽകിയ സമ്പത്ത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ഇംബാലൻസാണ്, അസമത്വമാണ് അതിലൂടെ സംഭവിക്കുന്നത്, അല്ലേ? ഇതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ ഇവരെങ്ങനെയെങ്കിലും സമ്പാദിക്കുന്നു, അത് കെട്ടിപ്പൂട്ടി വെക്കുന്നു, സമൂഹത്തിന് പ്രയോജനപ്പെടാത്ത വിധത്തിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ 2 കാരണം പറഞ്ഞു, അല്ലേ? ഇങ്ങനെയുള്ളവരാണ് പരിഹസിക്കുന്നവരും പരദൂഷണം പറയുന്നവരും. അതുമായിട്ട് എന്താ ബന്ധം എന്ന് പറഞ്ഞാൽ, ഒരാളുടെ കയ്യിൽ കാശുണ്ട്, അത് മറ്റുള്ളവർക്ക് നൽകുന്നില്ല, അത് മുഖേന മറ്റുള്ളവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളില്ലേ, പലപ്പോഴും അഭിമാനക്ഷതമുണ്ടാവും. വീട്ടിൽ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കയ്യിൽ കാശില്ല, മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കാൻ ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ല, വീടുണ്ടാക്കാൻ, വിവാഹം നടത്താൻ, ഇങ്ങനെയൊക്കെയുള്ള അത്യാവശ്യങ്ങളൊന്നും നടത്താൻ പറ്റാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ? ശരിക്കും ഇവരെ, ഈ പാവങ്ങളെ സമ്പന്നരായ ആൾക്കാർ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? നമ്മുടെ പള്ളികളുടെ മുമ്പിൽ ചിലപ്പോൾ ആൾക്കാർ വന്നിങ്ങനെ കൈനീട്ടുന്നുണ്ടാവും.
ഏതൊക്കെയോ നിങ്ങളെപ്പോലുള്ള മക്കളുടെ വാപ്പമാരും ഉമ്മമാരും ആയിരിക്കും അത്. നമ്മുടെ ഉമ്മയും വാപ്പയും അങ്ങനെ എവിടെയെങ്കിലും വന്ന് കൈനീട്ടിയാൽ നമുക്ക് സഹിക്കോ? എന്തുകൊണ്ടാണ് അവർ കൈനീട്ടേണ്ടി വരുന്നത്? കയ്യിൽ സമ്പത്തുള്ള ആൾക്കാർ അവരെ സഹായിക്കുന്നില്ല, അവരുടെ അവകാശമായ സക്കാത്ത് കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അത് ശരിക്കും അവരെ നമ്മൾ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അതാണ് ഇവിടെ ഉദ്ദേശം. ഇപ്പോൾ 4 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? പരിഹസിക്കുന്നവർ, പരദൂഷണം പറയുന്നവർ, അങ്ങനെ ഹലാലും ഹറാമും പരിഗണിക്കാതെ സമ്പാദിച്ചു കൂട്ടുന്നവർ, ആർക്കും കൊടുക്കാതെ എണ്ണിക്കണക്കാക്കി പെട്ടിയിൽ വെച്ച് അല്ലെങ്കിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിലൊക്കെ ഇട്ട് ആ സമ്പത്ത് ഇങ്ങനെ പെരുക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. 4 ലക്ഷണമാണ് പറഞ്ഞത്. ഇനി 3-ാമത്തെ ആയത്തിൽ ഇവരുടെ 5-ാമത്തെ ലക്ഷണം പറയും. യഹ്സബു അന്ന മാലഹു അഖ്ലദ. ഹസിബ യഹ്സബു, വിചാരിച്ചു, കരുതി എന്നാണ്. യഹ്സബു, അവൻ വിചാരിക്കുന്നു, അന്ന, നിശ്ചയം, മാലഹു, അവൻ്റെ സമ്പത്ത്, അഖ്ലദഹു, അഖ്ലദ, ശാശ്വതനാക്കി എന്നാണ് അർത്ഥം. നിത്യമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും സമ്പത്തുണ്ടെങ്കിൽ എന്നവൻ കരുതാൻ. അഖ്ലദ, ശാശ്വതമാക്കും, ഹു, അവനെ, ആ സമ്പത്ത് ഒരിക്കലും മരിക്കാത്ത വിധം ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നവനാക്കും എന്ന് അവൻ വിചാരിക്കുന്നു. നടക്കോ? ഒരുപാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട് ഇപ്പോൾ അല്ലേ? പക്ഷെ എത്ര വലിയ ഹോസ്പിറ്റലായാലും എത്ര സമ്പന്നനായാലും സമയമാകുമ്പോൾ മരിക്കണ്ടേ? സമ്പത്തിൻ്റെ മേൽ അടയിരുന്നു കൊണ്ട് അയാൾ മരിച്ചു പോകും അല്ലേ? അതാണ് അള്ളാഹു പറയുന്നത്. പക്ഷേ അവർ കരുതുന്ന അങ്ങനെയാണ്, സമ്പത്തുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട എന്ന്. ഇങ്ങനെയുള്ളൊരു വിചാരം അവരുടെ മനസ്സിൽ കടന്നുകൂടുന്നു. അങ്ങനെ ആർക്കും പ്രയോജനപ്പെടാതെ സമ്പത്ത് ഉണ്ടായിട്ടും അയാൾ മരിച്ചു പോവാണ് സ്വാഭാവികമായിട്ടും. ഇതാണ് അവസ്ഥ. ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താകും? യഹ്സബു അന്ന മാലഹു അഖ്ലദ. അള്ളാഹു താക്കീത് ചെയ്യാണ്, കല്ല ലയുംബദന്ന ഫിൽ ഹുതമ. കല്ല, അങ്ങനെയല്ല. കല്ല, അതൊരു പ്രത്യേക പ്രയോഗമാണ്, മക്കി സൂറകളിൽ കാണുന്നൊരു ശൈലിയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പെട്ടെന്ന് തടഞ്ഞു നിർത്തിയിട്ട് ഇത് നടക്കില്ല, ഇനി നീ അവിടെ നിൽക്കിനി ഞാൻ പറയട്ടെ എന്ന ശൈലിയിൽ അതിൻ്റെ മറുവശം പറയാണ് ശരിക്കും. കല്ല, ഒരിക്കലുമല്ല. ലയുംബദന്ന ഫിൽ ഹുതമ. ല, തീർച്ചയായും, നബദ, വലിച്ചെറിഞ്ഞു എന്നാണ് അർത്ഥം. നബദ യംബുദു, നുബിദ യുംബദു, വലിച്ചെറിയപ്പെട്ടു. ലയുംബദന്ന, തുടക്കത്തിൽ ലാമുണ്ട്, അവസാനം നൂനുണ്ട് അല്ലേ? അങ്ങനെ വരുമ്പോൾ തീർച്ചയായും എന്ന് ഉറപ്പിച്ച് പറയാനാണ്. ഫിൽ ഹുത്തമ, ഹുത്തമയിൽ അവൻ വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും. എന്താ ഹുത്തമ? അടുത്ത ആയത്തിലെ ചോദ്യം വരുന്നുണ്ട്. വമാ അദ്റാക മൽ ഹുത്തമ. വമാ, എന്താണ്, അദ്റ, അറിയുന്നു, ക, നീ, നിനക്കെന്തറിയാം, മാ, എന്താണ്, അൽ ഹുത്തമ, ഹുത്തമ എന്ന് നിനക്കറിയാമോ? അപ്പം മാ ഇവിടെ എന്ത് എന്ന ചോദ്യത്തിലാണ് വരുന്നത്. നമ്മൾ കുറേ ചോദ്യവാക്കുകൾ പഠിച്ചല്ലേ? ആ പഠിച്ചു നേരത്തെ, ആണോ എന്ന അർത്ഥത്തിൽ. പിന്നെ കൈഫ പഠിച്ചല്ലേ സൂറത്തുൽ ഫീലിൽ? കൈഫ, എങ്ങനെ, ഒരു ചോദ്യമാണ്. ഇവിടെ മാ, എന്ത് എന്ന അർത്ഥത്തിൽ ചോദ്യമായിട്ട് വരുന്നു. വമാ അദ്റാക മൽ ഹുത്തമ. അൽ ഹുത്തമ എന്താണെന്ന് നിനക്കറിയാമോ? അള്ളാഹു ചോദിക്കാം. എന്താണ് ഹുത്തമ എന്ന വാക്കിൻ്റെ അർത്ഥം? ഇടിച്ചുടക്കുന്നത് എന്നാണ്. ഇപ്പം നമ്മൾ ഫ്ലോർ മില്ലിലേക്ക് പോയാൽ അരിയും ഗോതമ്പൊക്കെ ഉണ്ടല്ലോ, ആ മെഷീൻ അകത്തേക്ക് ഇട്ടിട്ട് അവരിങ്ങനെ ഇടിച്ചുടച്ച് പൊടിച്ച് കളയും അല്ലേ? എന്നൊക്കെ പറയുന്ന പോലെ നരകത്തിന് പല ഘട്ടങ്ങളും പല അവസ്ഥകളുണ്ട്. ഹാവിയ നരകത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അത് അതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ചെന്നു പതിക്കുന്ന ഇടമാണ്. 70 വർഷം ഒരു കല്ല് താഴോട്ട് വീണാൽ അതെപ്പോഴായിരിക്കും ചെന്ന് അടിത്തട്ടിലെത്തുക അല്ലേ? അപ്പോഴേക്കും എത്ര ആഴമുണ്ടാകും? അങ്ങനെയൊക്കെ അത് വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ നരകത്തിന് പല പേരുകൾ വന്നിട്ടുണ്ടല്ലോ. ജഹന്നം, ജഹീം, സഈർ, ഇങ്ങനെ പല വാക്കുകളുണ്ട്. അതിലൊരു അവസ്ഥയാണ് ഹുത്തമ, ഇടിച്ചുടക്കുക എന്നതിൻ്റെ അർത്ഥം. ഇവിടെ അല്ലാഹു തആല തന്നെ ചോദ്യം ചോദിച്ചാണ്ടില്ലേ, വമാ അദ്റാക മൽ ഹുത്തമ, നിനക്കറിയാമോ ഇടിച്ചുടക്കുന്നത് എന്താണ്? എന്തിനാ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത്? നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. ഖുർആനിൽ വമാ അദ്റാക എവിടെയൊക്കെ ഉണ്ട്? അമ്മ ജുസുയിൽ
എന്നത് നിങ്ങളൊന്ന് എണ്ണി നോക്കൂ. പലയിടങ്ങളിലുണ്ടാകും. അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ഇങ്ങനെ വമാ അദ്റാക മൊത്തം ഒന്ന് എണ്ണി നോക്കുന്നത് നന്നായിരിക്കും. ഇവിടെ വമാ അദ്റാക മൽ ഹുത്തമ, നിന്നോട് വായനക്കാരനോട് ചോദിക്കുകയാണ്, നിനക്കറിയാമോ എന്താണ് അൽ ഹുത്തമ എന്ന്? എന്നിട്ട് അള്ളാഹു തന്നെ മറുപടി പറയും, നാർ, അത് തീയാണ്. നാറുല്ലാ, അള്ളാഹുവിൻ്റെ തീയാണ്. അൽ മൂഖദ, കത്തിജ്വലിക്കുന്ന തീയാണത്. നാറ് നേരത്തെ നമ്മൾ പഠിച്ചാണ് അല്ലേ? എവിടെയായിരുന്നു? സയസ്ല നാറൻ ദാത്ത ലഹബ്, സൂറത്തുൽ മസദിൽ. നരകം തന്നെ അവിടെ ഉദ്ദേശം. നാറുല്ലാ, അള്ളാഹുവോട് ചേർത്താണ് ഇവിടെ ഈ തീയിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ആ തീയിൻ്റെ ഗാംഭീര്യം ഒന്നുകൂടി വർദ്ധിക്കുന്നുണ്ട്. നാറുല്ലാ, അള്ളാഹുവിൻ്റെ തീ. അൽ മൂഖദ, കത്തിയാളുന്ന തീയാണത്. അപ്പോൾ നരകമാണ് ഇവിടെ ഉദ്ദേശം. ആ തീയിലാണ് ഇയാൾ ഇടിച്ചുടക്കപ്പെടാൻ പോകുന്നത്. എന്നിട്ട് അതിനെക്കുറിച്ച് പിന്നെയും പറയാണ്, അല്ലത്തി തത്വലിഉ അലൽ അഫ്ഇദ. അല്ലത്തി, അത്. അല്ലത്തി എന്ന് പറഞ്ഞത് സ്ത്രീലിംഗ വാക്കാണ്. കാരണം നാറ് സ്ത്രീലിംഗ പദമാണ്. അറബി ഭാഷയിൽ ശക്തിയുള്ളതൊക്കെ സ്ത്രീലിംഗ പദമായിട്ടാണ് ഉപയോഗിക്കുക. അല്ലത്തി, ആ തീയുണ്ടല്ലോ. തത്വലിഉ, ത്വലഅ, ഉദിച്ചു എന്നാണ് അർത്ഥം. ഇത്വലഅ എന്ന് പറഞ്ഞാൽ എത്തി നോക്കി എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിങ്ങനെ ചെന്നെത്തും. അല്ലത്തി തത്വലിഉ, അത് ചെന്നെത്തും. അലൽ അഫ്ഇദ, എന്താ? ഫുആദ്. ഫുആദ് എന്ന് പറഞ്ഞാൽ മനസ്സാണ് അല്ലേ? മനസ്സാണ്. അലൽ അഫ്ഇദ, അതിൻ്റെ ബഹുവചനാണ് അഫ്ഇദ. ബോധ മനസ്സ് എന്ന് പറയാം. ബോധ മനസ്സിലോളം ആ തീ ഇങ്ങനെ കടന്ന് കടന്ന് ചെന്നെത്തും എന്നാണ്. അല്ലത്തി തത്വലിഉ അലൽ അഫ്ഇദ, ഒരാളുടെ ഹൃദയങ്ങളിലോളം, ബോധ മനസ്സിലോളം അത് ചെന്നെത്തും. വല്ലാത്തൊരു പ്രയോഗമാണത് ശരിക്കും ആലോചിച്ചാൽ. നമ്മുടെ ഈ ലോകത്ത് ഒരാൾക്ക് തീപ്പൊള്ളലേറ്റാൽ ഒരു നിശ്ചിത ശതമാനം തീപ്പൊള്ളിക്കഴിഞ്ഞാൽ അയാൾ ബോധം കെട്ടുപോകും അല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കാം? പക്ഷേ പരലോകത്ത് ബോധക്കേടുണ്ടാവോ? ഇല്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ കാലിൻ്റെ അവിടുന്ന് ഈ നരകത്തിൽ ഇങ്ങനെ കയറി വരിക എന്ന് കരുതാം. അത് കയറി വരുമ്പോൾ അയാളുടെ മനസ്സ് ശരിക്കും അനുഭവിക്കുന്നുണ്ടാവും. ഓ, ഞാൻ ഇപ്പോൾ തീയിലാണ്, ഞാൻ കത്തിക്കപ്പെടുകയാണ്. അങ്ങനെ അതിങ്ങനെ കയറി 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 ശരീരം മുഴുവനും എത്തി, കൈകാലുകളിലും വയറിലും ഒക്കെ ആയിട്ട് ശരീരം മുഴുവൻ എത്തുമ്പോഴും അയാളുടെ മനസ്സ്, അയാളുടെ ഓർമ്മ നല്ല ബോധമുള്ള അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. സുബ്ഹാനല്ലാഹ്. സൂറത്തു നിസാഇൽ 56-ാമത്തെ ആയത്തിലുണ്ട്, കുല്ലമാ നളിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ. ഇവരുടെ ഈ തൊലി ഉണ്ടല്ലോ, കത്തി കത്തി കരിഞ്ഞ് പോയാൽ പിന്നെയും അള്ളാഹു പുതിയ തൊലി വെച്ചു പിടിപ്പിക്കും. ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറിയൊക്കെ നടക്കുന്നില്ലേ എന്ന് പറയും പോലെ പുതിയ തൊലി വെച്ച് പിന്നെയും അത് ആവർത്തിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ അല്ലത്തി തത്വലിഉ അലൽ അഫ്ഇദ, അവരുടെ ബോധ മനസ്സിലോളം ഈ തീ ഇങ്ങനെ ആളിപ്പടർന്ന് ചെന്നെത്തും. ഇന്നഹ, നിശ്ചയം അത്, ആ തീ, അലൈഹിം, അവർക്കുമേൽ, മുഅ്സദത്തുൻ, അടച്ചു മൂടപ്പെട്ടിരിക്കും. അതിൻ്റെ അകത്ത് പെട്ടുപോവാണ്, പുറത്ത് കടക്കാൻ കഴിയാത്ത വിധം. ശരിക്കും ആലോചിച്ചാൽ വല്ലാത്തൊരു വീർപ്പുമുട്ടലുണ്ടാവും അല്ലേ? കുതറിച്ചാടാൻ ശ്രമിക്കൂലേ മനുഷ്യൻ തീയൽപ്പെടുമ്പോൾ? പക്ഷെ ഒരു വിധത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിൽ അകപ്പെട്ടു പോവാണ്. ഇന്നഹ അലൈഹി മുഅ്സദ, അവർക്കുമേൽ അടച്ചു മൂടപ്പെട്ടിരിക്കും. ഫി അമദിൻ, ആ നരകത്തിൽ തൂണുകളിൽ ആയിക്കൊണ്ട്. അമദ് തൂണൻ, മുമദ്ദദ നീട്ടപ്പെട്ട അല്ലെങ്കിൽ നാട്ടപ്പെട്ട, ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന തൂണുകളിൽ ആയിരിക്കും അവരുണ്ടാവുക എന്ന് പറഞ്ഞാൽ, തീ കൊണ്ടുള്ള തൂണിൽ തീ കൊണ്ടുള്ള ആണി വെച്ചിട്ട് തീ കൊണ്ടുള്ള ഹാമർ കൊണ്ട്, ചുറ്റിക കൊണ്ട് അവരെ ഇങ്ങനെ അടിച്ച് അവിടെ സ്ഥാപിക്കും എന്നാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം. അല്ലാഹു നമ്മെ എല്ലാം കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആലോചിച്ച് നോക്കൂ. ഈ അവസ്ഥയിൽ നരകത്തിൻ്റെ അകത്ത് അകപ്പെട്ട് ഓടി രക്ഷപ്പെടാൻ കഴിയാതെ അവർ പ്രയാസപ്പെടും. എന്താ അള്ളാഹു ഇങ്ങനെയൊക്കെ പറയുന്നത്? അള്ളാഹു ഇത്ര ക്രൂരനാണോ എന്ന് നമ്മൾ ആലോചിക്കും അല്ലേ? ശരിക്കും അള്ളാഹു കാരുണ്യവാനായതുകൊണ്ട് പറയാൻ,
നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ, കുറേ പാവപ്പെട്ട മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് കഷ്ടപ്പെടുന്നു. അവരെ കണ്ടിട്ടും എന്താണ് അവരുടെ പ്രശ്നത്തിൽ ഇടപെടാതെ അത് പരിഹരിച്ചു കൊടുക്കാതെ നിങ്ങൾ അവരെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയല്ലേ? അതിനാൽ നാളെ പരലോകത്ത് ഇത്രയും കടുത്ത ശിക്ഷയുണ്ട്. അള്ളാഹു ആ പാവങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ, അവരുടെ അവകാശം കൊടുത്തില്ലെങ്കിൽ നീ ഇങ്ങനെ നരകത്തിൽ കിടന്നെരിയേണ്ടി വരും എന്ന് പറയാൻ. അപ്പോൾ ശരിക്കും അള്ളാഹു കാരുണ്യവാനല്ലേ? ആ പാവങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു ശബ്ദിക്കുന്നത്. അതിനാൽ ഓരോ മനുഷ്യനും അള്ളാഹു നൽകിയ വിഭവങ്ങൾ നമ്മുടെ സഹജീവികളുമായിട്ട് പങ്കുവെക്കണം എന്ന വലിയ സന്ദേശം ഈ സൂറ നൽകുന്നുണ്ട്. നമ്മൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ പ്രയാസപ്പെടുന്നവരുണ്ടാവും. അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കാനും പഠന സൗകര്യം ഏർപ്പെടുത്താനൊക്കെ ശ്രമിക്കുമ്പോൾ സൂറത്തുൽ ഹുമസയിലെ പാഠം നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടു എന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറയുടെ ആശയം ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.